നമസ്കാരം 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വെട്ടിച്ചുരുക്കി, അമിത സുരക്ഷ വേണ്ടെന്ന വി.ഡി. സതീശൻ. വയനാട് മെഡിക്കൽ കോളേജിൽ കോടികളുടെ ഉപകരണങ്ങൾ നശിക്കുന്നു, ആരോഗ്യ വകുപ്പ് അന്വേഷണത്തിന്. സീനിയർ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് എം.വി. വിപിൻ രാജിവെച്ചു, നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. PSC പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും, സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. ധാരണകൾ ലംഘിച്ച കോറോ ഹെൽത്ത്, ജീവനക്കാരോട് ഓഫീസിൽ കയറരുതെന്ന നിർദ്ദേശം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ സുരക്ഷ വെട്ടിച്ചുരുക്കി, അമിത സുരക്ഷ വേണ്ടെന്ന് വി.ഡി. സതീശൻ. തന്റെ യാത്രകളിൽ പരമാവധി കുറച്ച് പോലീസുകാരെ മാത്രമേ സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ എന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കർശന നിർദ്ദേശം നിലനിൽക്കെ ശാന്തഗിരിയിലേക്കുള്ള യാത്രയ്ക്കായി പോലീസ് 92 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. നെടുമങ്ങാട്, ആറ്റിങ്ങൽ, വർക്കല പോലീസ് സബ് ഡിവിഷനുകളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നത്. വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അമിത സുരക്ഷ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ നെടുമങ്ങാട് സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെ മാത്രം ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉത്തരവ് പരിഷ്കരിച്ചു. യാത്രകളിൽ മുന്നിലുള്ള പൈലറ്റ് വാഹനം മാത്രം മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ എസ്കോർട്ട് വാഹനം കൂടി പോലീസ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് മെഡിക്കൽ കോളേജിൽ കോടികളുടെ ഉപകരണങ്ങൾ നശിക്കുന്നു, ആരോഗ്യ വകുപ്പ് അന്വേഷണത്തിന്. മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജിൽ ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങൾ കണ്ടെത്തി. സ്ട്രെച്ചറുകളും വീൽ ചെയറുകളും തുരുമ്പെടുത്ത നിലയിലും കോവിഡ് സമയത്ത് വാങ്ങിയ 15 ലക്ഷം രൂപയുടെ 4 ഫ്രീസറുകൾ കേടായ നിലയിലുമാണുള്ളത്. 2019 തുണികൾ കഴുകുന്നതിനായി 40 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ മെഷീനും ഏകദേശം 20 ലക്ഷത്തോളം വില വരുന്ന 6 മൊബൈൽ മോർച്ചറി യൂണിറ്റുകളും ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു. മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ സ്ഥലത്തെത്തിയ MLA ഉഷ വിജയൻ അടക്കമുള്ള ജനപ്രതിനിധികൾ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി പരിശോധന നടത്തി. LDF സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിൽ വാങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളെ കുറിച്ച് സമഗ്രമായ ആഭ്യന്തര ഓഡിറ്റ് നടത്തി അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഉത്തരവിട്ടിട്ടുണ്ട്. സീനിയർ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് എം.വി. വിപിൻ രാജിവെച്ചു, നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ ചുമതലയുള്ള സീനിയർ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് എം.വി. വിപിൻ സ്ഥാനത്തുനിന്ന് രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശപ്രകാരമാണ് ഈ അടിയന്തര രാജി സമർപ്പിച്ചിരിക്കുന്നത്. എം.വി. വിപിന് CPM-മായി അടുത്ത ബന്ധമുണ്ടെന്നും കളമശ്ശേരിയിലെ പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തുവെന്നും കാണിച്ച് ലോയേഴ്സ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഹൈക്കോടതിയിലെ രണ്ടാമത്തെ രാജിയാണിത്. രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാതെയാണ് നിയമനമെന്ന വ്യാപക വിമർശനത്തെ തുടർന്ന് നിയമവകുപ്പ് ഈ രാജി അടിയന്തരമായി അംഗീകരിച്ചു. PSC പരീക്ഷാ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും, സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. സംസ്ഥാന PSC പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച ആക്ഷേപങ്ങൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കും. കേസ് അഴിമതി നിരോധന പരിധിയിൽ വരുമെന്നും വിജിലൻസ് അന്വേഷണത്തിന് നിയമപരമായ തടസ്സമില്ലെന്നും സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനമായതിനാൽ PSC ചെയർമാനോ അംഗങ്ങൾക്കോ എതിരെ നേരിട്ട് നടപടിയെടുക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും ഉയർന്നുവന്ന ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ലെന്നുമാണ് ലഭിച്ച നിയമോപദേശം. അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്താൽ ഒരു DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് വിശദമായി പരിശോധിക്കുക. വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നും വിവരങ്ങൾ തേടുന്നതിനായി ആഭ്യന്തരമന്ത്രി ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ധാരണകൾ ലംഘിച്ച് കോറോ ഹെൽത്ത്, ജീവനക്കാരോട് ഓഫീസിൽ കയറരുതെന്ന് നിർദ്ദേശം. കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലായി ജോലി ചെയ്തിരുന്ന 800-ലധികം ജീവനക്കാരെ യാതൊരുവിധ മുൻകൂട്ടി അറിയിപ്പും നൽകാതെയാണ് US കമ്പനിയായ കോറോ ഹെൽത്ത് പെട്ടെന്ന് ഒഴിവാക്കിയത്. 10-ാം തീയതി വരെ പിരിച്ചുവിടൽ മരവിപ്പിച്ചെന്ന ലേബർ ഓഫീസറുടെയും ട്രേഡ് യൂണിയനുകളുടെയും മധ്യസ്ഥതയിൽ നടന്ന മുൻ ചർച്ചകളിൽ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഈ ധാരണകൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ജോലിക്ക് എത്തിയ ജീവനക്കാരോട് ഓഫീസിൽ പ്രവേശിക്കരുതെന്ന കമ്പനി ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനിടെ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 മുതൽ 2.5 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരം എന്ന പേരിൽ കമ്പനി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം 300-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം കൂട്ട പിരിച്ചുവിടൽ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.